സിനിമയിലെടുത്തേ ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി വായിക്കുന്നത് അങ്ങനെ പാടാമേ. ഇന്നലെ നീ തന്നെയല്ലേ വായിച്ചത്? രണ്ടുപേരും അച്ഛനും മക്കളും കൂടെ കുറെ ഫോണും സിനിമയുമായിട്ട് അങ്ങ് നടക്കുവാന്ന്. അമ്മ അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ദേഷ്യം പഠിപ്പിക്കുള്ള ആരെയും പറയാൻ കാര്യമായിട്ട് ഇറങ്ങുന്ന അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. അച്ഛനാ കഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പൊ അമ്മക്ക് സിനിമ കിട്ടിയത്. കലാകാരന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം, കലയെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. എല്ലാം നല്ലത് തന്നെ, അതിനോടൊപ്പം പഠിക്കുകയും വേണം. മോഹൻലാലും മമ്മൂട്ടി എല്ലാം സിനിമയിൽ കയറിയവര്, അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട്. അല്ലാതെ ചുമ്മാതെ ഇതേന്നും പറഞ്ഞല്ല നിൽക്കുന്നത്. രണ്ടും ഒരേപോലെ കൊണ്ടുപോകണമെന്നേ പറഞ്ഞുള്ളൂ. ഇത് വെച്ചിട്ട് ഞാനിപ്പോ വരും. രണ്ടുപേരും എന്നെ പറഞ്ഞു കേൾപ്പിച്ചോളാം. ഇയാളിന്ന് പഠിക്കണോ? ഞാനെങ്കിൽ ലൊക്കേഷനിൽ ചെന്നങ്ങ് പഠിച്ചോളാം. ക്യാമറ റോളിംഗ് ആക്ഷൻ. സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, ഒരു വലിയ സന്തോഷ വാർത്ത പങ്കിടുന്നതിന് മുമ്പ് നിങ്ങളോടായി കുറച്ച് കാര്യം. 2025 ജൂൺ മാസം 16-ാം തീയതിയാണ് ഞാനും എൻ്റെ മക്കളും പുതുപ്പള്ളി മുട്ടത്തുമണ്ണയിൽ തെക്ക് കായലോരത്ത് വീശുവലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന ആകാശവും കായലും എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരാശയം, എൻ്റെ മകനെ വെച്ച് ഒരു ഫോട്ടോ, ഒറ്റ ക്ലിക്ക്. അന്ന് കിട്ടിയ വലിയ കരിമീനെ വെച്ച് എൻ്റെ മകൻ ഒരു റീൽസ് ചെയ്തു. നമ്മുടെ തുടരും സിനിമയിലെ ലാലേട്ടൻ പറയുന്ന ഡയലോഗുകളൊക്കെ വെച്ച്. പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ സ്ക്രിപ്റ്റ് എഴുത്, നമുക്ക് കൊച്ചു കൊച്ചു വീഡിയോസുകൾ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഓരോരോ വീഡിയോസുകൾ ചെയ്തു. എല്ലാം സിനിമാ മോഹൻ തന്നെയായിരുന്നു. അങ്ങനെ കലയെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു, ഓരോരോ കഥാപാത്രങ്ങൾ. പക്ഷേ എന്താണെന്നറിയത്തില്ല, 1-2 സുഹൃത്തുക്കൾ ഇതിൽ നിന്ന് ഒരു ചെറിയ സൗന്ദര്യമണൊക്കെ കാണിച്ച് പോവുകയുണ്ടായി. ഒരാൾക്ക് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞ പേരിലും അങ്ങനെ എന്തൊക്കെയോ. പക്ഷേ എന്നെ അത് വല്ലാതെ അലട്ടി. എൻ്റെ മൂത്ത മകൻ നിരഞ്ജൻ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, നമ്മുടെ ലക്ഷ്യം പിണക്കങ്ങളോ പരിഭവങ്ങളോ അല്ല, നമ്മുടെ ലക്ഷ്യം ഒന്ന് സിനിമ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എപ്പിസോഡുകൾ ചെയ്തു. മനസ്സിൽ തോന്നിയ ഓരോരോ ആശയങ്ങൾ വെച്ച് ഞാൻ ഓരോരോ വീഡിയോസുകൾ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ദാസനെയും വിജയനെ ഓർമ്മ വന്നത്. മക്കളെ രണ്ടുപേരെയും അറബിയുടെ വേഷം കെട്ടിച്ച് ഞാൻ ഒരു ചെറിയ റീൽസ് ചെയ്തു. ഓച്ചിറ ടൗണിലൂടെ, ഓച്ചിറ അമ്പലത്തിലൂടെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേരെന്നെ കുറ്റം പറഞ്ഞു, മക്കളെ അറബി വേഷം കെട്ടിച്ച് ടൗണിലൂടെ നടത്തി എന്നൊക്കെ. പക്ഷേ ഇവർക്കെല്ലാം മറുപടിയായിരുന്നു എൻ്റെ ഓരോരോ വീഡിയോകൾ. ക്യാമറ ക്ലാരിറ്റിയും സൗണ്ട് എഫക്റ്റുമായി ജനിച്ചവർക്ക് അവർക്ക് എൻ്റെ വീഡിയോസുകൾ കാണാൻ കുറച്ച് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. കുറ്റങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്, കുറച്ച് കളിയാക്കലുകൾ. പക്ഷേ എന്നെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോസുകൾ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. 1-ാമത്തെ എപ്പിസോഡ് തൊട്ട് 14-ാമത്തെ എപ്പിസോഡ് വരെ. അതെൻ്റെ ഹൃദയം നിറഞ്ഞ കുറേ സൗഹൃദങ്ങളായിരുന്നു. കളിയാക്കലുകളും സൗന്ദര്യപ്പണക്കവും എന്നെ ഒന്നിനും തളർത്തിയില്ല. എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമായിരുന്നു ലക്ഷ്യം, സിനിമ. C4 സിനിമാസിൻ്റെ ബാനറിൽ അനിൽ ഗോപിനാഥ് സാർ സംവിധാനം ചെയ്യുന്ന തോട്ട എന്ന മൂവിയുടെ സ്വിച്ച് ഓൺ കർമ്മവും പൂജയും ഇന്നലെ തിരുവനന്തപുരം തോന്നയ്ക്കൽ കുടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഞാനും എൻ്റെ മകനും അതിൽ പങ്കാളിയായി. ആ സിനിമയിലേക്ക് എനിക്കും എൻ്റെ മകനും വേഷം തന്ന ആ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, അല്ലേ വേണ്ട, ഞങ്ങൾ കരിമീൻ ഫാമിലി കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ കയ്യിൽ സൗണ്ട് എഫക്റ്റും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള വില കൂടിയ ഫോണുകളുണ്ടായിരുന്നു. മുറ്റത്ത് ഓടിക്കളിക്കുന്ന മക്കളുണ്ടായിരുന്നു. അവരെ വെച്ച് എന്തുകൊണ്ട് നിങ്ങളൊരു കൊച്ചു റീൽസോ ഒരു വീഡിയോ ചെയ്തില്ല? അതിന് നിങ്ങൾ സമയം കണ്ടെത്തിയില്ല. മറ്റൊരാൾ ചെയ്യുന്ന വീഡിയോയുടെ പുറകെ കുറ്റങ്ങൾ കണ്ടെത്തി മാത്രം നിങ്ങൾ നടന്നു. നമ്മുടെ മനസ്സ് എന്ന് ശുദ്ധീകരിക്കുന്നു അന്ന് നമ്മളെല്ലാം രക്ഷപ്പെടും. ഒരു കൊച്ചുകുട്ടി ഒരു പെർഫോം ചെയ്താലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും, എൻ്റെ മക്കളെന്ന പോലെ. നിങ്ങളും അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കും. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് ഓച്ചിറ.